ഹായ് ഗായ്സ്, ഇന്ന് നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് മീൻ പൊള്ളിച്ചതാണ്. അപ്പോൾ നമുക്ക് നല്ല നാടനായിട്ടുള്ള രീതിയിൽ മീൻ പൊള്ളിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഇന്ന് നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ മീൻ പൊളിച്ചതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഫിലോപ്പി മീനാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള മീൻ എടുക്കാം. ഇതുപോലത്തെ മീനായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ടുള്ളത്. അപ്പോൾ അതിനെ നമ്മൾ വരഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇതിനെ മസാലയൊക്കെ നമ്മുടെ മീനിലേക്ക് പിടിപ്പിച്ച് വെക്കാം. അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. അപ്പോൾ നമ്മുടെ മസാലയെല്ലാം നമ്മൾ തേച്ച് നമ്മുടെ മീനിലെല്ലാം നന്നായിട്ട് വരയുവാണെന്നുണ്ടെങ്കിൽ മസാലയൊക്കെ ഉള്ളിലേക്ക് കയറി എളുപ്പമായിരിക്കും. അപ്പോൾ അത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കിത് വറക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ എണ്ണ തന്നെയായിരിക്കും നമ്മൾ ഇതിനുള്ള മസാലയും കൂടെ മൂപ്പിച്ചെടുക്കുന്നത്. അതുകൊണ്ട് എണ്ണ ഒത്തിരി കൂടിപ്പോയെന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് വറക്കാനായിട്ടുള്ള ഒരു എണ്ണ നമുക്ക് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ചൂടായതിന് ശേഷം വേണം നമ്മളിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ നല്ല ഒരുപാട് അങ്ങ് ഫ്രൈ ആവണ്ട, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അത് ഒരുപാട് മൂത്ത് വരാത്ത രീതിയിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ. അപ്പോൾ ഒരു വശം ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്കതിനെ മറിച്ചിടാം. അപ്പം നമ്മുടെ മീൻ മറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ ഇപ്പുറത്തെ വശവും ഓപ്പോസിറ്റ് സൈഡും നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാടൊന്നും മൂത്ത് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതിലേക്ക് ഇനി മസാലയും വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഏകദേശം ഈ ഒരു പരിവാകുമ്പോഴത്തേക്കും തന്നെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് അതിനെ മാറ്റി കൊടുക്കാം. ഒരുപാട് ഫ്രൈ ചെയ്യാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ നമ്മളാണ് ആ മീനെ വേറൊരു പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിൽ നമുക്ക് സെറ്റാക്കി എടുക്കാം. ഇനി നമുക്ക് ആ ചട്ടിയിലേക്ക് തന്നെ നമുക്ക് കുറച്ച് മസാലകൾ, നമുക്കിതിന് വേണ്ടിയിട്ടുള്ള മസാലകൾ എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 2 സവാള എടുത്തിരിക്കുന്നത്. 2 സവാള എടുത്തിട്ടുണ്ട്. 2 പച്ചമുളകും ഒരു ഫുൾ ടൊമാറ്റോയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ഈ എണ്ണയിലോട്ട് നമുക്ക് ഫസ്റ്റ് ഇടേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സവാളയാണ്. അപ്പോൾ നമ്മൾ സവാള ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവേ. അപ്പോൾ നമ്മുടെ സവാള നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പം കുറച്ച് വഴന്ന് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒരു 3 പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒരുപാട് പച്ചമുളക് ഇടണ്ട, കാരണം നമുക്കതിലേക്ക് മുളക് പൊടിയൊക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു 1-2 പച്ചമുളകാണെങ്കിലും ഇട്ടാൽ മതിയേ. അപ്പോൾ ഇത് എരിവില്ലാത്ത പച്ചമുളകാണ്, അതുകൊണ്ടാണ് ഞാൻ 1-2 ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന വരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാവേ. അപ്പോൾ അത് വഴന്ന് വന്ന സമയം നമുക്ക് ആ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടെ നമുക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ നമ്മൾ നേരത്തെ ഇട്ടതിൻ്റെ ഒരു മിച്ചം ഇരിപ്പുണ്ടായിരുന്നു, അതായിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് തക്കാളിക്കാൻ കൂടി ഇട്ട് കൊടുക്കാവേ. തക്കാളിക്ക് ഞാൻ 1 തക്കാളിക്കാണ് എടുത്തിരിക്കുന്നത്. കുഞ്ഞതാണ്, കാരണം കുഞ്ഞ് തക്കാളിക്ക് എടുത്ത കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീൻ ഒരെണ്ണമാണല്ലോ നമ്മൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് മസാല വേണ്ടാത്തതുകൊണ്ടാണ് ഇതെടുക്കുന്നത്. പിന്നെ നമ്മുടെ മീനിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യാനുസരണം മസാല എടുക്കാവുന്നതാണ്. അപ്പം എൻ്റെ ആ ഇതിനനുസരിച്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റണം. എന്നിട്ട് നമുക്ക് ആ എണ്ണ തെളിഞ്ഞ് വരുന്ന പാകമാകുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിതിനുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മീൻ ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട്, അതുകൊണ്ട് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കാവുള്ളൂ. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവേ. അപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു ടൈം ആകുമ്പോഴേക്കും നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. അതിനുവേണ്ടി ഞാൻ കുറച്ച് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് മല്ലിപ്പൊടി വേണം. കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഞാൻ മസാല ഇടുന്നില്ല, കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവേ. എന്നിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണമേ. കറിവേപ്പില ഇടുമ്പോഴത്തേന് നല്ല ടേസ്റ്റ് വരും കേട്ടോ. ആ ഒരു ഫ്ലേവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം, കാരണം അതിൻ്റെ ആ ഒരു പച്ചമണം എല്ലാം പോകണം. അതുകൊണ്ട് ഈ ഒരു പാകത്തിന് വരണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു തക്കാളിയുടെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് നമ്മുടെ മസാലയിൽ പിടിച്ചിട്ട് തന്നെ ഈ ഒരു കുഴമ്പ് പോലത്തെ ഒരു പരുവത്തിൽ വരും. ഇതാണ് ഇതിന് ശരിക്കുമുള്ള ആ ഒരു പാകം എന്ന് പറയാൻ. കണ്ടോ, എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് തന്നെ ഈ ഒരു പാകത്തിലെത്തുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാതെ. അപ്പോൾ നമ്മുടെ ഈ ഒരു മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേറെ കുരുമുളകോ വേറൊരു മസാലയും ഫിഷ് മസാല അങ്ങനെ ഒന്നും ചേർത്തിട്ടില്ല. നാടനായിട്ടുള്ള രീതിയിൽ നമ്മുടെ വീട്ടിലുള്ള മസാലകൾ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ എടുത്തിട്ടുണ്ട്. ഇനി വേറെ പരിപാടിയൊന്നുമില്ല. നമ്മുടെ ഈ മസാലയും കൂടെ ആയിട്ട് നമ്മൾ ആ ഒരു ഇലയിൽ കിഴി കെട്ടിയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പ്രോപ്പറായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇല ഇവിടെ വാട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ
ഇതിലേക്ക് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ മസാല ഉണ്ടല്ലോ, ആ മസാല നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു ഇലയിലേക്ക് ഒരു സെൻറ്റർ പോർഷനിലേക്ക് ആയിട്ട് നമ്മുടെ ആ ഒരു മീനിൻ്റെ ആ വലിപ്പത്തിനനുസരിച്ച് നമുക്ക് ഈ മസാല അങ്ങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് മീനെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ആ ബാക്കിയുള്ള ആ ഒരു മസാലയും കൂടെ നമ്മുടെ ഈ മീനിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതിയേ. അപ്പോൾ അതിൻ്റെ നിങ്ങൾക്ക് ഇത്രയും തിക്കായിട്ട് വെക്കണം എന്നില്ല, കാരണം ഞാൻ മസാല ഇച്ചിരി എടുത്തത് കൂടിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഫുള്ളായിട്ട്, എനിക്ക് ഈ മസാല ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റി ആട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നന്നായിട്ട് തന്നെ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഓവറായിട്ട് മസാല നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇത്രയും തന്നെ മസാല ഇടേണ്ട ആവശ്യമില്ല. അപ്പം ദേ നമ്മുടെ ആ ഒരു മസാലയെ നമ്മൾ ഇതിൻ്റെ ഈ മീനിൻ്റെ മുകളിലേക്ക് ഫുള്ളായിട്ട് നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് നന്നായിട്ടൊന്ന് അപ്പുറവും ഇപ്പുറവും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കെട്ടിക്കൊടുക്കാം. അപ്പോൾ കെട്ടിക്കൊടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും വാഴനാരോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് നമുക്കൊന്ന് ഇതിനൊന്ന് സെക്യൂർ ചെയ്യണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇലയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഇതിനെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ ഞാനൊരു ഒരു ഇതില്ലാഞ്ഞത് കൊണ്ട് ഞാനൊരു കുഞ്ഞു വള്ളി എടുത്തിട്ടുണ്ട്, വാഴയുടെ നാര് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ കെട്ടിക്കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ പാൻ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് പാൻ ചൂടാകാൻ വെക്കാം. അപ്പോൾ നമ്മുടെ ഒരു ഏതെങ്കിലും പോയൊരു പാനൊക്കെ വെച്ചാൽ മതി. അപ്പോൾ ആ പാനിൻ്റെ അകത്തേക്ക് നമുക്ക് ഇതുണ്ട് ഇപ്പോൾ വെച്ചിരിക്കുന്ന ആ ഒരു ആ കെട്ടെടുത്ത് നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കാം. വേറെ എക്സ്ട്രാ എണ്ണയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഓൾറെഡി നല്ല ചൂടായിട്ടുള്ള മസാലയാണല്ലോ, അപ്പോൾ അത് തന്നെ നമുക്ക് അപ്പുറം ഇപ്പുറം ഒന്നും ആക്കി കൊടുത്താൽ മതി. ഒരു വശമായി കഴിയുമ്പോഴത്തേക്കിനും ഇപ്പുറത്തെ വശവും നമ്മൾ ചെരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അപ്പുറവും ഇപ്പുറവും നന്നായിട്ട് എടുത്ത് കഴിയുമ്പോഴത്തേനും കണ്ട നമ്മുടെ ആ ഒരു വാഴയിലയിൽ നിന്ന് കണ്ട എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഒരു 5 മിനിറ്റ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചു. അതിനുശേഷം നമ്മുടെ ആ ഒരു നമ്മുടെ കിഴിയെടുത്ത് നമ്മുടെ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. കണ്ടോ, നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല ചൂട് പറക്കുന്ന നമ്മുടെ ആ മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് നാടൻ രീതിയിൽ നമ്മൾ കുരുമുളകൊന്നും ഇട്ടിട്ടില്ല എങ്കിൽ പോലും നല്ല ടേസ്റ്റാണ്. കുരുമുളക് പൊടിയും കൂടി യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നല്ല ചൂടായിട്ടുള്ള നമ്മുടെ മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മുടെ മീനൊക്കെ ആണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. തെറ്റാ.